നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പ്രിയ സഹോദരൻ എന്നെ സമീപിച്ച് ചോദിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ഒരു വിരോധമുള്ള ആൾക്കെതിരെ നമ്മുടെ ഷഡാധാര പ്രാണവിദ്യ പ്രയോഗിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, മാത്രമല്ല ഇത് പോസിറ്റീവായ കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ ഇന്ന് വരെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സംഭവത്തിൻ്റെ കെട്ടഴിച്ചു. ഈ വ്യക്തി ഉണ്ടായ കാലം മുതൽ ഇദ്ദേഹത്തെ വെറുതെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്ന, കൊടും ക്രൂരത എന്ന് പറയാവുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തോടും വീട്ടുകാരോടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ അതിൽ നിന്ന് തടയണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ആവശ്യം. മാത്രമല്ല, ഇത്രയും കാലം ചെയ്ത ദ്രോഹത്തിന് പകരം വീട്ടുക കൂടി വേണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം വന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഇദ്ദേഹം ചെയ്തതെല്ലാം തെറ്റ് തന്നെ, ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, അദ്ദേഹം മാനസാന്തരപ്പെടുകയാണെങ്കിൽ. അപ്പോൾ പറഞ്ഞു, ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട്, പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, അതൊന്നും ഫലം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഒരവസാനത്തെ അഭയമെന്ന രീതിയിലാണ് ഇനി അവൻ നശിച്ചാൽ എനിക്ക് ജീവിതമുള്ളൂ എന്ന് ആ രീതിയിലെല്ലാം അദ്ദേഹം എന്നോട് കുറേ സംസാരിച്ചു. അപ്പോൾ ഞാൻ ഇയാൾ പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ച് മറ്റേ വ്യക്തിയെ ഒന്ന് സ്കാൻ ചെയ്തു നോക്കി. അപ്പോൾ ആ വ്യക്തി വളരെ മോശമായ ഒരു ഉപാസന, അഥവാ കർമ്മം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ഉപാസന ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അങ്ങനെ അത് ഇദ്ദേഹത്തോട് പറയുവാനും വയ്യല്ലോ. നമ്മൾ സാധാരണ ഇത്തരം കാര്യങ്ങൾക്ക് വരുന്ന ആളുകൾക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയാവുന്ന ഒരു പരിധി വരെയേ നമ്മൾ പറയാറുള്ളൂ. ഇത് കൂടുതലായിട്ട് ഇദ്ദേഹത്തോട് പറയാനും വയ്യ. അങ്ങനെ ഇരിക്കെ ഈ ഉപാസനയിൽ നിന്ന് അയാളെ പിന്തിരിപ്പിക്കണമെങ്കിൽ അയാളോടൊപ്പമുള്ള ഇപ്പോഴത്തെ ആ ഒരു ശക്തിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ആദ്യം ചെയ്യേണ്ടത്. അതിന് ആ ശക്തിയെ ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അവിടെ ഒരു അനുകമ്പയുണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ സുഹൃത്തിനോട് പറഞ്ഞു, നിങ്ങൾ ആ ക്ഷേത്രത്തിൽ പോകൂ, മറ്റൊന്നും ചെയ്യേണ്ട, ദിവസവും പ്രാർത്ഥിക്കുക, രക്ഷിക്കണേ എന്ന് മാത്രം പറഞ്ഞു വരിക, 41 ദിവസം മുടങ്ങാതെ അത് ചെയ്യണം, അതിനുശേഷം നമുക്ക് ഇതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു. ഈ സുഹൃത്ത് സാധാരണ ഞാൻ ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ ആരും അത് കൃത്യമായിട്ട് ക്രമപ്രകാരം ചെയ്യാറില്ല. പക്ഷേ ഇദ്ദേഹം എന്തുകൊണ്ടോ അത് കൃത്യമായി നിറവേറ്റി. അങ്ങനെ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം കൃത്യമായി ചെയ്തു. 41 ദിവസം കഴിഞ്ഞ് വീണ്ടും എൻ്റെ അടുത്ത് വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഓറ ഒരുപാട് മാറിയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ആ നെഗറ്റീവ് എനർജികൾ കംപ്ലീറ്റ് ഇദ്ദേഹത്തിൽ നിന്ന് പോയിട്ടുണ്ടാകും എന്ന്. ഇവിടെ ഞാൻ ഈ കാര്യം പറയാനുള്ള ഒരു പ്രധാന കാരണം, നമുക്ക് എല്ലാം പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് പല തരത്തിൽ വാക്കുകളാലും ചിന്തകളാലും പ്രവൃത്തികളാലും എല്ലാം മറ്റുള്ളവർ നമ്മളെ നിരീക്ഷിക്കുമ്പോൾ പലതരം എനർജികൾ നമ്മളിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അത് അവരുടെ കയ്യിലുള്ള അല്ലെങ്കിൽ അവരുടെ പക്ഷത്തുള്ള എനർജി ഏതാണോ അതിൻ്റെ ഒരംശമായിരിക്കും ഇങ്ങനെ ഈ വിധത്തിൽ പകർന്നു കിട്ടുക.
അവ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിയുമായി ഒത്തുപോകുന്നില്ലെങ്കിൽ പിന്നീടുള്ള കാര്യങ്ങളെല്ലാം താളം തെറ്റും. ഇത് മനസ്സിലാക്കാതെ നമ്മൾ അനാവശ്യമായ ചില ക്ഷേത്ര ദർശനങ്ങളും ചില പൂജകളും ചില ധ്യാനങ്ങളും എല്ലാം ചെയ്യും. അവിടെയും ഒരു പക്ഷേ ഈ എനർജിയെ, വന്നിട്ടുള്ള എനർജിയെ ക്യാൻസൽ ചെയ്യുവാനുള്ള ഒരു കാര്യമായിരിക്കില്ല ഈ വ്യക്തി ചെയ്യുന്നത്. ഇതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളിലുള്ള കടന്നു കൂടിയിട്ടുള്ള ബാധ അല്ലെങ്കിൽ എനർജി ഏതാണോ അത് നമ്മുടെ ജീവിതത്തിന് നെഗറ്റീവായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കിയിട്ട് വേണം നമ്മൾ ഒരു പുതിയ കാര്യത്തിലേക്ക് പ്രവേശിക്കുക. ഏത് നല്ല കാര്യങ്ങളിലേക്ക് ഉദ്ദേശിക്കുമ്പോഴും, ഗൃഹനിർമ്മാണമാവട്ടെ, പഠനമാവട്ടെ, ജോലിക്ക് പോകുന്നതാവട്ടെ, ഏത് കാര്യത്തിലായാലും ഈ ഒരു കാര്യം ആദ്യം ചെയ്തു കഴിഞ്ഞിട്ട് വേണം നമ്മൾ ആ കർമ്മത്തിനായിട്ട് തയ്യാറെടുക്കുക. ഇവിടെ പ്രധാനമായിട്ടും എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ഒരു ഉപാസന, അതൊരു ധ്യാനമാവാം, അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലെ ദർശനമാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൂജയാവാം, അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യമാവാം, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമോ ദീക്ഷയോ എല്ലാമാവാം, അല്ലെങ്കിൽ ഇനി ഇതൊന്നുമില്ലെങ്കിൽ രാമായണമോ ഖുറാനോ ബൈബിളോ അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമമോ വിഷ്ണു സഹസ്രനാമമോ, അങ്ങനെ ഏതെങ്കിലും ഒരു ഉപാസന. ഇതെല്ലാം ഉപാസനകളാണ്. സ്ഥിരമായി ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത് ഒരു ഉപാസനയാണ്. സ്ഥിരമായി ചില ഖുറാനിലെ ചില ആയത്തുകളൊക്കെ ചൊല്ലുന്നത് അതും ഒരു ഉപാസനയാണ്. ഇങ്ങനെ അല്ലെങ്കിൽ ഒരു മന്ത്രം സ്ഥിരമായിട്ട് ജപിക്കുന്നത്, ഒരു കൃത്യ എണ്ണം വയ്ക്കാം, അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള അത്ര ചൊല്ലാം, അതൊരു ഉപാസനയാണ്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാണായാമം, അത് മറ്റൊരു ഉപാസനയാണ്. ഓരോന്ന് ചെയ്യുമ്പോഴും അതിനനുസരിച്ചുള്ള ഒരെനർജിയാണ് നമ്മിൽ രൂപപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ എനർജി നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾക്കനുസരിച്ച് ഉള്ളതാണോ എന്നുകൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. സ്വയം വിലയിരുത്താൻ വയ്യെങ്കിൽ അതിനറിവുള്ള ഒരു ഗുരുവിനെ സമീപിച്ച് അദ്ദേഹത്തെ ഉപചാരപൂർവം ആചാരപൂർവം വണങ്ങി അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞ് വേണം ഇതിലേക്ക് കടക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മിലുള്ള ഒരു നെഗറ്റീവ് എനർജികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ പാടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ട എനർജിയല്ല ചിത്രം വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വേണ്ടത്. അതായത് ചിത്രം വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് പാടാനുള്ള ഒരു എനർജിയാണ് ഉള്ളതെങ്കിൽ, മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്, അത് അയാൾക്ക് നെഗറ്റീവ് എനർജിയാണ്. എന്നാൽ പാടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് അതിനുള്ള എനർജിയാണ് അയാളുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കോ ആത്മാവിലേക്കൊക്കെ വന്നു കയറുന്നെങ്കിൽ അയാൾക്കത് പോസിറ്റീവാണ്. അതായത് ഒരേ എനർജി തന്നെ നമ്മുടെ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് പോസിറ്റീവായും നെഗറ്റീവായും എല്ലാം നമുക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് പറ്റിയ, നമുക്ക് അനുയോജ്യമായ, നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കാൻ സഹായിക്കുന്ന എനർജിയാണോ നമ്മിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ആദ്യം തീരുമാനിക്കേണ്ടത്, കണ്ടുപിടിക്കേണ്ടതും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലരുടെയും പരാജയത്തിന് കാരണം നേരത്തെ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ ജന്മത്തിൽ കൂടെയുള്ള എനർജികൾ, അല്ലെങ്കിൽ നമ്മൾ സഹവസിക്കുന്ന ഇടത്തുള്ള എനർജികൾ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായി മാറുന്നതാണ്
ഈ തടസ്സങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് കാരണമായി വരുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് പ്രധാനമായും എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു ഉപാസനയെ, അത് വിശ്വാസത്തിൻ്റെ പേരിലുള്ളതാവാം, നിങ്ങളുടെ നിരീശ്വരവാദത്തിൻ്റെ പേരിലുള്ളതാവാം, നിങ്ങളുടെ യുക്തിബോധത്തിൻ്റെ പേരിലുള്ളതാവാം, ഏതിൻ്റെ പേരിലായാലും ഏതെങ്കിലും മനുഷ്യനായി ജനിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും ഒരു ഉപാസനയെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയാൽ പല തടസ്സങ്ങളെയും പല ആപത്തുകളെയും നമുക്ക് അതിജീവിക്കാൻ കഴിയും. വരുന്നതിനെയൊക്കെ മല പോലെ വന്നത് മഞ്ഞ് പോലെ പോകുന്ന അനുഭവങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയും. അതുകൊണ്ട് നമ്മിലുള്ള എനർജി ഏതാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. നമ്മളിപ്പോൾ ചെയ്യുന്ന ഉപാസന അതിനനുസരിച്ചതാണോ എന്ന് തീരുമാനിക്കുക. അതും കഴിഞ്ഞ് അതിന് യുക്തമായ ഒരു ഉപാസന ഏതാണെന്ന് അറിവുള്ള, അല്ലെങ്കിൽ നമ്മുടെ ആരാധിക്കുന്ന ആ ദേവനോട് തന്നെ ചോദിച്ചിട്ട് മനസ്സിലാക്കുക. അല്ലെങ്കിൽ അതിനൊരു ഗുരുവിൻ്റെ സഹായം തേടുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. നിങ്ങളുടെ സംശയങ്ങളെല്ലാം താഴെ ചോദിക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായവർക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക.